ഇരുട്ടിൽ തപ്പി ഒരു മാസം. ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു മാസം തികയാറായിട്ടും ഇരുട്ടിൽ തപ്പി പോലീസ്. കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയുടെ ചുമര് തുറന്ന് രക്ഷപ്പെടുന്നത്. കോഴിക്കോട് കേന്ദ്രീകരിച്ചും കേരളം കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയെങ്കിലും വിനീഷിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോൾ കേരളത്തിന് പുറത്താണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ഡിസംബർ 29-ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ദൃശ്യയുടെ അമ്മയും സഹോദരനും താമസിക്കുന്ന വീടിനും അവരുടെ ബന്ധുവീടിനും പോലീസിന്റെ സുരക്ഷയുണ്ട്. ഏതെങ്കിലും കാരണവശാൽ വിനീഷ് ആ പരിസരങ്ങളിലെത്തിയാൽ പിടികൂടാനാണ് പോലീസിന്റെ നീക്കം. പക്ഷേ വിനീഷ് കോഴിക്കോട് നഗരം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു CCTV ക്യാമറയിൽ പോലും വിനീഷിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. അതും പോലീസിനെ ചുറ്റിക്കുന്നുണ്ട്. ഇപ്പോഴും പോലീസ് CCTV ദൃശ്യങ്ങൾ തപ്പി നടക്കുകയാണ്. ഇതിനു മുൻപും കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. കൊലപാതകവും ഇവിടെ നടന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് പല പഠനങ്ങളും പരിശോധനയും കുതിരവട്ടത്ത് നടന്നിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് പ്രധാന തീരുമാനമെടുത്തത്. പ്രധാനമായും ചുറ്റുമതിലിന് അടുത്തുള്ള മരങ്ങൾ മുറിച്ചു മാറ്റി ചുറ്റുമതിലിന്റെ ഉയരം കൂട്ടാനാണ് തീരുമാനിച്ചത്. ഇതിന്റെ ജോലികൾ നടന്നു വരുന്നതിനിടെയാണ് വിനീഷ് ചുമര് തുരന്ന് കടന്നു കളഞ്ഞത്. 2022-ലും വിനീഷ് കുതിരവട്ടത്തു നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അന്ന് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ വെച്ചാണ് നാട്ടുകാർ വിനീഷിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നത്. 2021-ലാണ് 21 വയസ്സുള്ള ദൃശ്യയെ പ്രണയാഭ്യർത്ഥന നിരസിച്ചെന്ന പേരിൽ വീട്ടിൽ കയറി കിടപ്പുമുറിയിൽ വെച്ച് കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുന്നത്.